കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേശാതിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ പരവശനായിരിക്കുന്നത് അന്ധകാരം നിമിത്തമല്ല, കൂരിരുട്ട് എന്റെ മുഖത്തെ മൂടുന്നതുകൊണ്ടുമല്ല എന്ന വചനമാണ്. ഭക്തനായ ഇയ്യോബ് പറയുകയാണ്, എനിക്ക് ആഴമായ ഭയം എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. എന്നാൽ എന്തിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്? എൻ്റെ മുൻപിൽ അന്ധകാരം എന്നെ മൂടുവാനായിട്ട് നോക്കുന്നുണ്ട്. കൂരിരുട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ അതിനെ രണ്ടിനെയും എനിക്ക് ഭയം തോന്നുന്നില്ല. എന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, എന്നെ ഒറ്റപ്പെടുത്തുന്നവരുണ്ട്, എന്നെ അപമാനിക്കുന്നവരുണ്ട്. അതിനെ എനിക്ക് ഭയം തോന്നുന്നില്ല. എൻ്റെ രോഗത്തിൻ്റെ കെടുതികൾ, സഹിക്കാനാവാത്ത വേദനകൾ, ഇനി എന്ത് എന്ന ചോദ്യങ്ങൾ ഒക്കെ എൻ്റെ മുൻപിലുണ്ട്. പക്ഷേ അതിനെ ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ ഉടയവനും എൻ്റെ സൃഷ്ടിതാവുമായ ദൈവത്തെയാണ് എന്ന് ഇയ്യോബ് വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ടാണ്? തിന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത ദൈവത്തെ ഇത്രമാത്രം ഇയ്യോബ് സ്നേഹിക്കുന്നത് എന്ന് ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ചോദിച്ചാൽ ഇയ്യോബിന് പറയുവാനൊരു പദമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവൻ വെളിച്ചത്തിൽ ആണിരിക്കുന്നത്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കണമെന്നും, ആ വെളിച്ചത്തിൽ നാം നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ടെന്നും, ആ കൂട്ടായ്മയുടെ ബലം നിമിത്തം അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപമോചനവും വീണ്ടെടുപ്പും നമുക്ക് ലഭിക്കുന്നു എന്നും യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ വ്യക്തമാക്കുകയാണ്. ഞാൻ ഭയപ്പെടുന്നത് ഇരുളിനെയല്ല, കൂരിരുട്ടിനെയല്ല, പ്രശ്നങ്ങളെയല്ല, രോഗങ്ങളെയല്ല, ദുഃഖങ്ങളെയല്ല, ഒറ്റപ്പെടുത്തലുകളെയല്ല. ഞാൻ ഭയപ്പെടുന്നത് എനിക്ക് നിത്യജീവനിലേക്ക് നടന്നു നീങ്ങുവാൻ അവസരം തന്ന, എന്നെ അത്രമാത്രം സ്നേഹിച്ച എൻ്റെ ദൈവത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി അവിടെ വ്യക്തമാക്കുകയാണ്. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നതാണ് ദൈവത്തെ ഭയപ്പെടുന്നതിന്റെ സൂചന. നാം അവനിൽ ഇരിക്കുന്നു എന്ന് അവന്റെ വചനം പ്രമാണിക്കുന്നതിനാലാണ് വ്യക്തമാകുന്നത് എന്ന് പറയുന്നുണ്ട്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടതുമാകുന്നു, അല്ലെങ്കിൽ നടക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. ഇയ്യോബ് പറയുകയാണ്, എനിക്ക് ഭയപ്പെടാൻ ഒത്തിരി വിഷയങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. പക്ഷെ ഞാൻ അതിനെ ഒന്നും ഭയപ്പെടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്മേലെല്ലാം അധികാരമുള്ള ദൈവത്തെയാണ് ഞാൻ ഭയപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പലതിനെയും ഭയപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷെ നാം ഇവിടെയുള്ള ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ ഭയപ്പെടുന്നവന് മനുഷ്യനെയോ ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ലോകത്തിലുള്ളതിനെ ഭയപ്പെടുന്നവരായിട്ടല്ല,
ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവത്തെ, നമ്മുടെ ഉടയവനും വീണ്ടെടുപ്പുകാരനെന്ന ദൈവത്തെ ഭയപ്പെടുന്നവരായി നമുക്ക് തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ കാണുന്ന ഒന്നിനെയും ഭയപ്പെട്ടോടുന്നവരായിട്ടല്ല, ഞങ്ങളുടെ സൃഷ്ടിതാവും ഉടയവനുമായ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരെ തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ നിത്യസ്നേഹം കൊണ്ട്, നിത്യകരുണ കൊണ്ട്, നിത്യ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നന്മ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.